പാറ്റ എന്ന് പറയുന്നതിൻ്റെ തന്നെ ഒരു പ്രത്യേകത, ആ ജീവിയുടെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ജപ്പാനിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചപ്പോൾ വലിയ നാശമുണ്ടായി. മനുഷ്യർക്കുണ്ടായി, ബിൽഡിങ്ങുകൾക്കുണ്ടായി, ഒക്കെ ഉണ്ടായി. വളരെ കാലം അവിടെ ഇപ്പോഴും അതിന്റെ അംശങ്ങൾ, റേഡിയേഷൻ അവിടെയുണ്ട്. ഈ ഒരു റേഡിയേഷനെയും പരിഗണിക്കാതെ അവയിൽ നിന്നെല്ലാം സംരക്ഷിക്കപ്പെട്ട് നിലനിന്ന ഒരു ജീവിയാണ് പാറ്റ, കോക്രോച്ച്. ആ കോക്രോച്ച് എന്ന പദം വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഉപയോഗിക്കുകയും അതിന്റെ ഫലമായി യുവാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള രോഷം വരികയും ചെയ്തു. രോഷം വരുന്നതിന് സ്വാഭാവികമാണ്. യുവാക്കളുടെ തൊഴിലില്ലാത്തവർ, അവർ 24 മണിക്കൂറും ഈ ഇതിലിരുന്ന് മൊബൈൽ ഫോണിലും സോഷ്യൽ മീഡിയയിലും കളിക്കുന്നു. ഇത് പറയേണ്ട കാര്യം ചീഫ് സെക്രട്ടറിക്ക് എന്താ ഉള്ളത്? അല്ല, ചീഫ് ജസ്റ്റിസിന് എന്താ ഉള്ളത്? ചീഫ് ജസ്റ്റിസ് എങ്ങനെയാണ് ഇത് വിലയിരുത്തുന്നത്? ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ ഉണ്ടാക്കിയത് ഇവരാണ്. ഈ രാജ്യത്ത് സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയത് അവരാണ്. സോഷ്യൽ മീഡിയ ഇന്നത്തെ ഏറ്റവും ശക്തമായ ഒരു മാധ്യമമല്ലേ, സാമൂഹ്യ മാധ്യമങ്ങൾ. അതൊന്നും പരിഗണിക്കാതെ ഈ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ഈ പരാമർശം വരികയും വലിയ തോതിൽ അതിനെതിരായ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ BJPയുടെ സോഷ്യൽ മീഡിയ കവറേജിനേക്കാൾ കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നത് പാറ്റയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് എന്ന് വന്നു. ഇത് BJPയെ പേടിപ്പിക്കും, ഒരു സംശയമില്ല. പക്ഷെ BJPയെ പേടിപ്പിച്ചത് അതൊന്നുമല്ല. ഒന്ന്, അവരുന്നയിച്ച വിഷയങ്ങളുണ്ട്. അവരുന്നയിച്ച വിഷയങ്ങൾ ഇവർ പറയുന്നത് പോലെ യുവാക്കളുടെ സോഷ്യൽ മീഡിയ ക്രേസിനെസ് ഒന്നുമല്ല. അവരുന്നയിച്ചത് ഏറ്റവും പ്രധാന 5 വിഷയങ്ങൾ ഒരു മാനിഫെസ്റ്റോ എന്നുള്ള നിലയ്ക്ക് അവരെ അവതരിപ്പിച്ചു. ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതിൽ സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും ഒക്കെ റിട്ടയർ ചെയ്യുന്ന ജഡ്ജിമാർ MP-മാരായോ മറ്റ് സ്ഥാനമാനങ്ങൾക്കോ വേണ്ടി പോകരുത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കേരളത്തിലടക്കം ഗവർണറായി വന്നിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആൾ. ചീഫ് ജസ്റ്റിസ് ഗവർണറായാൽ എന്താ അതിന്റെ അർത്ഥം എന്ന് ആലോചിച്ചു. ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയൊരു സൗജന്യത്തിൽ ജീവിക്കുന്ന ആൾ, ഏത് നിമിഷവും പോവാം. അങ്ങനെ ചീഫ് ജസ്റ്റിസുമാർ വരുമ്പോൾ, പുതിയ സ്ഥാനങ്ങൾ തേടി വരുമ്പോൾ അവർ നടത്തിയ വിധികൾ എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കേണ്ടി വരും. വളരെ സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ നടക്കുന്ന ഒരു കാലമാണിത്. സർക്കാർ പലപ്പോഴും വെട്ടിൽ വീഴുന്ന ഘട്ടത്തിൽ സർക്കാരിനെ സംരക്ഷിച്ചു നിർത്തുന്നത് ജുഡീഷ്യറിയാണ് എന്ന പരാതി വന്നിട്ടുണ്ട്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ, ഏറ്റവും അവസാനത്തെ ആശ്രയമാണ് ജുഡീഷ്യറി. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും നമ്മളോട് ജനപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നില്ല. ലെജിസ്ലേച്ചറിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്ന് പറയുന്നു. അതുപോലെ എക്സിക്യൂട്ടീവ് പൂർണ്ണമായും ഇവരുടെ കീഴിലായിരിക്കുന്നു. ഇതിനെതിരെയാണ് ഒന്നാമത്തെ മുദ്രാവാക്യം, വളരെ റെലവന്റ് ആണ്. രണ്ടാമത്തെ മുദ്രാവാക്യം, സ്ത്രീകൾക്ക് 50% സ്ഥാനം കൊടുക്കണം. അതിവിടെ ഒരുപാട് തവണ ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ മുദ്രാവാക്യം, അദാനി അംബാനിമാരുടെ 32 മീഡിയ ഉണ്ട്, ആ മീഡിയകൾ നിരോധിക്കണം. കാരണം അവര് തന്നെ മാനുഫാക്ചറിങ് കൺസെന്റ് എന്ന് നോം ചോംസ്കി ഒക്കെ പറയുന്ന പോലെ ജനങ്ങൾക്കിടയിൽ മോദിക്ക് അനുകൂലമായി ഗോദി മീഡിയ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ ഗോദി മീഡിയകൾ ഉണ്ടാക്കുന്ന ആവേശമുണ്ട്. മറ്റൊന്ന്, ഇവരുടെ ഇപ്പോ വോട്ടുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച വന്നതാണ്. ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുന്നു. യഥാർത്ഥത്തിൽ അർഹതയുള്ള ഒരുപാട് പേർ വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്താണ്. ബംഗാളിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന്റെ തലേ ദിവസമാണ് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാവുന്നത്. അതുവരെ വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ല. അപ്പൊ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് കുറെ പേരെ പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ പുറത്താക്കുന്നവർക്കെതിരെ UAPA വേണം. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ, കൃത്യമായ രാഷ്ട്രീയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. പക്ഷെ ആ ഘട്ടത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളും യുവാക്കളും ആശ്രയിക്കുന്ന 2 സംവിധാനങ്ങൾ. ഒന്ന് CBSE. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് CBSE പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആവർത്തിച്ച് CBSE പരീക്ഷയിൽ കുഴപ്പങ്ങൾ വരും. നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. പരീക്ഷ എഴുതാതെ മാർക്ക് കിട്ടുന്നു, എഴുതിയ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നില്ല, മാർക്കിന്റെ ടാബുലേഷൻ തെറ്റിപ്പോകുന്നു. അതിന് റീവാലുവേഷൻ കൊടുക്കാൻ റീവാലുവേഷൻ ഡേറ്റ് വരുന്നവരെ അത് സൈറ്റ് ഓപ്പൺ ആവുന്നില്ല. അത് മാത്രമല്ല, സൈറ്റ് ഓപ്പൺ ആയാൽ പിന്നെ വീണ്ടും പൈസ കൊടുക്കണമെന്ന് പറയുന്നു. നമ്മുടേതല്ലാത്തൊരു തെറ്റിന് നമ്മൾ എന്തിനാ പൈസ കൊടുക്കണേ? അപ്പോ
CBSE പരീക്ഷ കൊളമാക്കി എല്ലാ അർത്ഥത്തിലും. അതിനേക്കാൾ ഗുരുതരമായിരുന്നു നീറ്റ് പരീക്ഷയുടെ കാര്യം. നമ്മളൊക്കെ ചർച്ച ചെയ്താണ് ഒരുപാട് നാൾ. നീറ്റ് പരീക്ഷ നടപ്പാക്കിയത് എത്ര വികൃതമായിട്ടായിരുന്നു നമുക്ക് മനസ്സിലായി. നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ സാമ്പിൾ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങി നടന്നു. ഒരുപാട് ഇടങ്ങളിൽ അതിന്റെ കോപ്പി കിട്ടി. കേരളത്തിലും ചിലർക്ക് കിട്ടി എന്ന് പറയും. അത് കൊടുത്ത ആളുകളെ പിടിച്ചപ്പോൾ BJP നേതാക്കളും യുവമോർച്ച നേതാക്കളും ഒക്കെയാണ്. അവരോടുകൂടി കേസ് അവസാനിച്ചു. പിന്നെ SIT വെച്ചു, CBI വെച്ചു. എന്താ കാര്യം? അവരുടെ ആളുകളെ ആരെങ്കിലും പിടിക്കൂ? മാത്രമല്ല, വളരെ ദിവസങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് ആ നീറ്റിന്റെ നടപ്പാക്കുന്ന NT എന്ന് പറയുന്ന സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ മാറ്റിയത്. വലിയ മടിയായിരുന്നു മാറ്റാൻ. ഇത് ഒരു തവണയല്ലല്ലോ, എത്ര തവണ തെറ്റ് ആവർത്തിച്ചു. ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്തും ചെയ്യും. ഇത് തന്നെയാണ് കഴിഞ്ഞ തവണയും പറഞ്ഞത്. അപ്പൊ അവരെ മാറ്റി. പക്ഷെ അപ്പോഴും ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന അവരുടെ പ്രധാന ഇതിന്റെ നടത്തിപ്പുകാരനായ മന്ത്രി അവിടെ സ്വസുഖം വാഴുകയാണ്. മന്ത്രിക്ക് ഒരു പ്രശ്നമില്ല. 22 ലക്ഷം കുട്ടികൾ വഴിയാധാരായാൽ മന്ത്രിക്ക് എന്താ കുഴപ്പം? ഇത് ആവർത്തിച്ചാൽ എന്താ കുഴപ്പം? അതുപോലെ അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ CBSE വഴിയാധാരമായ മന്ത്രിക്ക് എന്താ കുഴപ്പം? ഇറസ്പോൺസിബിൾ ആയ ഒരു ഭരണകൂടമാണ് ഇരിക്കുന്നത്. പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന്. ഈ പാറ്റ CJP എന്ന് പറയുന്ന പാർട്ടി അവരിപ്പോൾ അതിശക്തമായ വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ദില്ലിയിൽ തെരുവിലിറങ്ങി പ്രതിഷേധം കാണിക്കാൻ പോകുന്നു. അങ്ങനെ കാണിക്കുമ്പോൾ അവർക്ക് പിന്തുണയുമായി കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും പാർട്ടികളും ഇവർക്ക് പിന്തുണയുമായി വന്നിട്ടുണ്ട്. സത്യത്തിൽ ഇത് ഗവൺമെന്റിന് വല്ലാതെ ഭീഷണിയാണ്. BJPക്ക് വലിയ പ്രതിസന്ധിയാണ്. കാരണം പല രാജ്യങ്ങളിലും ഇതുപോലെ യുവാക്കളുടെ പ്രക്ഷോഭങ്ങൾ വലിയ തോതിൽ പടർന്നിട്ടുണ്ട്. ഇനി ഇവരെ രാഷ്ട്രീയമില്ലാത്തവരെന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം അവർ ഉന്നയിച്ച കാര്യങ്ങൾ കൃത്യമായി രാഷ്ട്രീയമാണ്. ഇവരെ പിന്താങ്ങുന്ന ഇടതുപക്ഷവും കോൺഗ്രസും അതുപോലെയുള്ള പാർട്ടികൾ അവരുടെ ശക്തി കൂടി ഉണ്ടാവുമ്പോൾ ഇവരുടെ പ്രതിഷേധം കനക്കും. പക്ഷെ ഒരു കാര്യം കൂടി ഓർക്കണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യമാണ് ഇപ്പൊ ഇവർ ചെയ്യുന്നത്. പ്രതിപക്ഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അവരെ കൊണ്ട് പലപ്പോഴും ശക്തിയായി നടപ്പാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇവരുടെ കൂടെ കൂടണം, ഒന്നിച്ചു ചേർന്ന്. കാരണം രാജ്യത്തൊരു വലിയ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. തെറ്റല്ല, ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. അതിന് കാരണക്കാരനായ ആൾ രാഷ്ട്രീയ പിൻബലത്തിൽ അധികാരത്തിൽ തുടരുകയാണ്. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നും പുറത്തു പോകണമെന്നും ഉള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യവും CJPയുടെ ആവശ്യവും ഒന്നാണ്. നാളെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നാൽ അത് മോഡിക്ക് വലിയ നാണക്കേടാണ്, BJPക്ക് നാണക്കേടാണ്. അത് ഒഴിവാക്കാൻ അവർ പല അടവും പ്രയോഗിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ യുവാക്കൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുള്ളതാണ്. അവർ തെരുവിൽ വന്നാൽ BJPക്ക് നിൽക്കക്കള്ളി ഉണ്ടാവില്ല. മറ്റു പല രാജ്യങ്ങളിലെയും പോലെ യുവജനങ്ങൾ ഒരു ശക്തിയായി മുമ്പോട്ട് വന്ന് ഭരണകൂടത്തെ തന്നെ മാറ്റാനോ അവരുടെ നയങ്ങളെ മാറ്റാനോ ശ്രമിക്കും. അതാണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതിനെയാണ് BJP ഭയക്കുന്നത്.